മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തലവൻ രാജ് താക്കറെ മഹായുതിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ MNS ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ. ഈ നീക്കം മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരും മറ്റ് ചില അംഗങ്ങളും വ്യാഴാഴ്ച ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതായി പവാർ വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 225 മുതൽ 250 വരെ സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് രാജ് താക്കറെ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. എന്ത് വില കൊടുത്തും തൻ്റെ പാർട്ടിയെ അധികാരത്തിലേറ്റുമെന്നും രാജ് താക്കറെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി. തൻ്റെ പാർട്ടിയിൽ നിന്ന് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി ഓരോ മണ്ഡലത്തിലും 5 നേതാക്കളുടെ ടീമിനെ രാജ് താക്കറെ നിയോഗിച്ചിട്ടുണ്ട്. അതിനിടെ അജിത് പവാർ പഴയ NCPയിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. NCP അധ്യക്ഷൻ ശരത് പവാർ തന്നെയാണ് ഇത്തരത്തിലൊരു സൂചന നൽകിയിരിക്കുന്നത്. അജിത് പവാർ പക്ഷത്തുനിന്ന് 4 MLAമാർ ശരത് പവാർ ക്യാമ്പിലെത്തിയതിന് പിന്നാലെയാണ് ശരത് പവാറിൻ്റെ പ്രതികരണം. പാർട്ടി വിട്ടവരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ലെന്നായിരുന്നു നേരത്തെ ശരത് പവാറിൻ്റെ നിലപാട്. എന്നാൽ ഇരു പവാർ പക്ഷങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകലിൻ്റെ കൂടുതൽ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NCP MPയും ശരത് പവാറിൻ്റെ മകളുമായ സുപ്രിയ സുലെ അജിത് പവാറിൻ്റെ അമ്മയെ കണ്ടിരുന്നു. പിന്നാലെ അജിത് പവാറിൻ്റെ ഭാര്യയും NCP രാജ്യസഭ MPയുമായ സുനേത്ര പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകളെല്ലാം കുടുംബപരമായ കാര്യങ്ങളായാണ് ഇരുപക്ഷങ്ങളും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അണിയറയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിന് കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ NCP അജിത് പവാർ പക്ഷവുമായി BJP നല്ല ബന്ധത്തിലല്ല. NCPയെ കൂടെ കൂട്ടിയതിനെതിരെ RSS തന്നെ വിമർശനമുന്നയിച്ചിരുന്നു. അഴിമതിക്കാരായ നേതാക്കളെ കൂടെ കൂട്ടിയത് ജനവികാരം എതിരാകുന്നതിന് കാരണമായെന്നായിരുന്നു RSS വിമർശനം. തുടർന്ന് BJP NCP നേതാക്കൾ തമ്മിൽ വലിയ വാക്തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. RSSന്റെ മറാത്ത മുഖവാരിക വിവേകിൽ കഴിഞ്ഞ ദിവസം അജിത് പവാർ വിഭാഗം NCPക്കെതിരെ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. 2023 NCP പിളർത്തി അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയ ശേഷം സർക്കാരിനെതിരെ ജനവികാരമുണർന്നുവെന്നാണ് വിവേകിലെ ലേഖനം പറയുന്നത്. അജിത് പവാറിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ BJPക്ക് മേൽ RSS സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 13 സീറ്റും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് 9 സീറ്റും ലഭിച്ചിരുന്നു. NCP ശരത് പവാർ പക്ഷത്തിന് 8 സീറ്റും ലഭിച്ചു. BJPക്ക് 9 സീറ്റും ശിവസേന ഷിൻഡെ പക്ഷത്തിന് 7 സീറ്റും NCP അജിത് പവാർ പക്ഷത്തിന് 1 സീറ്റുമാണ് ലഭിച്ചത്.